നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 5 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിൽ ഇരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നീ എന്നിൽ ജീവിക്കണമേ. ഈശോയെ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയെ, നീ എന്നിൽ കുർബാനയാകണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 3-ാം തീയതി, ഈ ബുധനാഴ്ച രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും നമ്മൾ ഇരിക്കുമ്പോൾ ഈശോ നമ്മെ കാണുന്നു, ഈശോ നമ്മെ കേൾക്കുന്നു, ഈശോ നമ്മുടെ സാന്നിധ്യം ആസ്വദിക്കുന്നു, നമ്മൾ ഈശോയുടെ സാന്നിധ്യം ആസ്വദിക്കുന്നു. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് ഈശോ അൾത്താരയിൽ ഉണ്ട് എന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈശോ
നമ്മൾ അധ്വാനിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ശിഷ്യന്മാർ അധ്വാനിച്ചു കൊണ്ടിരുന്ന ഇടത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നു എന്നതാണ്. അവർ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും എല്ലാം കടൽ തീരത്ത് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മീൻപിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, രാത്രി മുഴുവനുമുള്ള പരിശ്രമങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നും കിട്ടാതിരുന്ന ഒരു രാത്രിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് അവർ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അധ്വാനിക്കുന്നവർ മാത്രമല്ല, അവർ വിഷമിച്ചിരിക്കുന്നവർ കൂടെയാണ്. ഒന്നും കിട്ടാത്തവൻ്റെ, ഒന്നും ലഭിക്കാതിരുന്നവൻ്റെ വേദന നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇല്ലാത്തവൻ്റെ വേദന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. തലേ ദിവസം പണിയെടുക്കാൻ പോയിട്ട്, രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്താ കയ്യിൽ ബാക്കിയുള്ളത്? ഒന്നുമില്ല. കടം വീട്ടാൻ കാശില്ല. ജോലി ചെയ്തിട്ട് പണി എടുത്തിട്ട് പണിക്കൂലി കിട്ടിയില്ല, വെറുതെ ആയിപ്പോയി. അത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. അതോടൊപ്പം തന്നെ അതൊരു സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുണ്ട്, ഒരു മെൻ്റൽ പ്രയാസമുണ്ട്. നമ്മൾ പണിയെടുത്തിട്ട് പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു ഗുണം ഉണ്ടായില്ല. പണിയെടുത്തത് മുഴുവൻ വെറുതെയായി. ആ കാശിന് മെച്ചപ്പാടുണ്ടായില്ല. ഒരു നത്തോലി പോലും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടാത്ത നമ്മുടെ ചില പരിശ്രമങ്ങൾ ഒന്നും കിട്ടിയില്ല, പാഴായിപ്പോയ പരിശ്രമങ്ങളുണ്ട്. നമ്മൾ അധ്വാനിച്ചു അവസാനം നോക്കിയപ്പോൾ ഒന്നുമില്ല. ജീവിതം ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു രാത്രിയിലേക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു 10 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു മാസം കഴിഞ്ഞൊരു മാസം എന്ത് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ആത്മീയമായി ഒന്നും കിട്ടിയിട്ടില്ല, ഭൗതികമായി ഒന്നും കിട്ടിയില്ല എന്നൊക്കെ തോന്നുന്നൊരു സമയം. ഇനി എന്താണ്? ഒന്നും കിട്ടിയില്ലെങ്കിലും അങ്ങനൊരു ഗുണമുണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി വല എറിഞ്ഞിട്ട് മീൻ കിട്ടിയില്ലെങ്കിലും വേറെ കുറേ സാധനങ്ങൾ കിട്ടും. ചപ്പും ചവറും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചപ്പും ചവറും എന്ത് ചെയ്യണം? മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ചപ്പും ചവറും ക്ലീൻ ചെയ്യണം. അപ്പം ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവര് വല കഴുകുകയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 2-ാമത്തെ വചനം 5:2, അവർ വള്ളത്തിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വല കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കഴുകുക എന്ന് ഒരു അർത്ഥം വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. ഇവർ വള്ളത്തിൽ നിന്നിറങ്ങി എളിമപ്പെട്ടു, എന്നിട്ട് ഹൃദയം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹൃദയത്തിൽ വന്നു വീണ അഴുക്കുകൾ നമ്മൾ ഓരോ ദിവസവും രാത്രിയിൽ ചെയ്യാറുള്ളത് പോലെ ഒരു മനസ്സാക്ഷിയെ പരിശോധിച്ചിട്ട്, ഈ മനസ്സാക്ഷിയിൽ നമ്മുടെ മനസ്സിൽ, ആത്മാവിൽ കിടക്കുന്ന നമ്മുടെ ചില ദുശീലങ്ങൾ, ചപ്പും ചവറുകളും പാപത്തിൻ്റെ മുള്ളുകൾ, മുൾപടർപ്പുകൾ ഇതൊക്കെ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ വഞ്ചിയിലേക്കാണ് ഈശോ കയറിയത്. അപ്പം നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ കയറും. അവിടെ ഇരുന്ന് വചനം പറയും. ഈശോ കയറിയപ്പോൾ തന്നെ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞില്ല, അല്ലേ? ഈശോ വന്നല്ലോ, അന്നാ മീൻ പിടിക്കാൻ പോവാം എന്നല്ല പറയുന്നത്, അല്ലേ? ഈശോ മീൻ കൊടുക്കാൻ പറ്റിയ ആളാണല്ലോ. അപ്പോൾ വന്നോ ചേട്ടായി വന്നോ, അന്ന് പോവാ എന്ന് പറഞ്ഞില്ല. ഈശോ അവിടെ ഇരുന്ന് ആദ്യം എന്ത് കൊടുത്തു? മീൻ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കൊടുത്തു? വചനം കൊടുത്തു. വചനം കൊണ്ട് നിറച്ചു ആ വള്ളം. ആ വള്ളം ആദ്യം വചനം കേൾക്കട്ടെ, വഞ്ചി വചനം കേൾക്കട്ടെ, വല ആദ്യം വചനം കേൾക്കട്ടെ, മീൻ പിടിക്കാനുള്ളവരെ ആദ്യം വചനം കേൾക്കട്ടെ. വചനം കൊണ്ട് ഇവരുടെ ഹൃദയവും ആ വഞ്ചിയും പരിസരവും ആ കടലിൽ നിറഞ്ഞു. ഈശോ വഞ്ചി ഈ കടലിലിട്ടിട്ടാണല്ലോ, തീരത്തിട്ടിട്ട്, ആ വെള്ളത്തിലിട്ടിട്ട് വചനം പറഞ്ഞപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന മീൻകൂട്ടങ്ങൾ അവരുടെ ആ പരിസര പ്രദേശത്തേക്ക് ഓടിയെത്തി എന്നാണ് അച്ഛൻ ധ്യാനിക്കുന്നത്. ഇത്രയും രാത്രി മുഴുവൻ ഇല്ലാതിരുന്ന മീൻ എങ്ങനെ അവിടെ വന്നു?
ഇവർ രാത്രി മുഴുവൻ എല്ലായിടത്തും പോയി തപ്പി നോക്കിയതല്ലേ, ഓരോടത്തും ഉണ്ടായിരുന്നില്ല. രാത്രി ഇല്ലാത്തത്, നല്ല സമയത്തില്ലാത്തത്, ഈശോ വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വചനം കേൾക്കാൻ മീനൊക്കെ കൂടി വന്നിട്ടുണ്ട്. വചനം കേൾക്കാൻ വേണ്ടി വന്ന മീനാണത്. അപ്പൊ ഈശോ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്തോ, വീശിക്കോളാൻ പറഞ്ഞു. വീശി പിടിച്ചു, വഞ്ചി നിറഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ വീട്ടില്, നമ്മുടെ ഭവനത്തില് വചനം കൊണ്ട് ഭവനം നിറയുമ്പോൾ ആ ഭവനത്തിൻ്റെ സമൃദ്ധി കർത്താവ് കൊണ്ടുവരും. വചനം നിറയുന്ന ഹൃദയത്തിലേക്ക് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധി മീനുകൾ കർത്താവ് കൊണ്ടുവരും. വചനം കൊണ്ട് ചിന്തകൾ നിറയുമ്പോൾ ആ ചിന്തകളിലേക്ക് വചന വെളിച്ചം കർത്താവ് കൊണ്ടുവരും. വചനം പ്രഘോഷിക്കപ്പെടുന്ന ഭവനങ്ങൾ കർത്താവ് സമൃദ്ധി കൊണ്ട് നിറയ്ക്കും. അതാണ് അവിടുന്ന് തൻ്റെ വചനം അയച്ചവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വചനം നിറഞ്ഞ ഹൃദയമുള്ള പത്രോസ് മീൻ നോക്കിയിരുന്നില്ല, മീൻ വിൽക്കാൻ പോയില്ല. അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് എല്ലാ സമൃദ്ധി, ലോകത്തിൻ്റെതായിട്ടുള്ളതെല്ലാം ഇവിടെ കിടക്കട്ടെ, ഇനി ഞങ്ങൾക്ക് മീൻ വേണ്ട. മീനിൻ്റെ മേലും ഈ കടലിൻ്റെ മേലും ഈ വഞ്ചിയുടെ മേലും ഈ വലയുടെ മേലും ആകാശത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുള്ളവൻ മതി എന്ന് പറഞ്ഞ് അതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് അവൻ്റെ പിറകെ പോയി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ആത്മപരിശോധന ചെയ്യാം. ഞാനിന്ന് വള്ളത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും പിറകെയാണോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പിറകെയാണോ? ഞാൻ എൻ്റെ തന്നെ ദുരാശകളുടെ പിറകെയാണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പിറകെയാണോ? ഞാൻ ആരുടെ പിറകെയാണ്? ഞാൻ മനുഷ്യൻ്റെ പിറകെയാണോ, കർത്താവിൻ്റെ പിറകെയാണോ? ഞാൻ ആരിലാണ് ശരണം വയ്ക്കുന്നത്? ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത്? കർത്താവിൽ ആശ്രയിക്കാതെ മനുഷ്യനിലും മനുഷ്യബലത്തിലും ശരീരബലത്തിലും ആശ്രയിച്ചു പോയ സമയങ്ങളെ ഓർത്തനുദമിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ആരാധന, നന്ദി ആരാധന, നന്ദി ആരാധന, നന്ദി ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി ആരാധന, സ്തുതി ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് സ്നേഹപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച്, ഓരോ പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഓരോ തുള്ളി രക്തത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ഈ ദിവ്യകാരുണ്യമുദ്ര ആഴത്തിൽ പതിയപ്പെടുന്നതിനാഗ്രഹിച്ച് ഹൃദയം തുറന്ന് ഈ ആശീർവാദം സ്വീകരിക്കാം. രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും യാത്ര ചെയ്യുന്നവരെയും പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെയും ഭവനങ്ങളിൽ ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവരെയും മരണാസന്നരായിട്ടുള്ളവരെയും പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെ, ഈശോയെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഷണറി പ്രവർത്തനങ്ങളെ, മിഷണറിമാരെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് ഞങ്ങളെ തൻ്റെ ശുശ്രൂഷകളിൽ പങ്കുകാരാക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തൻ്റെ വചനമയച്ച് ഞങ്ങളുടെ ജീവിത സാഗരത്തെ നവീകരിക്കുന്ന, ഞങ്ങളെ പ്രയോജനമുള്ളവരും പ്രാപ്തിയുള്ളവരുമാക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ വ്യാഴാഴ്ച കാലത്ത് 7:30 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഏകദിന ധ്യാന പീഡാനുഭവ ശുശ്രൂഷയിൽ, പീഡാനുഭവ തിരുമണിക്കൂറുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് സ്കൂൾ അവധിയുള്ള ദിവസങ്ങളാണ്. എല്ലാവർക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈ രാത്രിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ആവിലയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു